എന്റെ പ്രിയമുള്ളവരെ, കണ്ണീരിന്റെ വില, ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ടൊന്ന് കരയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ മുന്നിൽ എണ്ണി എണ്ണി പറയണം ഓരോ പാപങ്ങളും. പൊറുക്കന്റെ പാപമോ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവോട് പറയണം, പടച്ചവനെ പൊറുക്കുന്നവൻ നീയല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല പടച്ചവനെ. അല്ലാഹുവേ പറ്റിപ്പോയതാണ്, നഫ്സ് ചതിച്ചതാണ്, ഇബ്ലീസ് പിഴപ്പിച്ചതാണ്, അല്ലാതെ അഹങ്കാരം കൊണ്ട് ചെയ്തതല്ല തമ്പുരാന്. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകട്ടെ, ആ കണ്ണുനീര് താഴെ വീണാൽ ആ മനുഷ്യന് നരകം ഹറാമാ, നരകം അവന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ പ്രതിഫലമാണ്. അതുകൊണ്ട് കരഞ്ഞോ സഹോദര, നരകം ഭയാനകമാണ്, നരകം ഭയാനകമാണ്. ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണെന്ന് നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ 2 ചെരുപ്പുകളാണ്. ആ ചെരുപ്പ് നാളെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ റസൂൽ മരിക്കാൻ കിടക്കുമ്പോ അടുത്ത് ചെന്നിരുന്നിട്ട് പറഞ്ഞില്ലേ, ഒന്ന് പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരും അറിയണ്ട, ആരും കാണണ്ട, ഞാൻ മേടിച്ചു തരാ സ്വർഗം. അല്ലാഹുവിന്റെ റസൂല് തല മുതൽ ഇങ്ങനെ തടകുകയാണ്. മുത്തുനബി തന്റെ കൈ കൊണ്ട് തല മുതൽ തടകിയിട്ട് അവസാനം കാലിന്റെ അടിഭാഗം എത്തുമ്പോ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് കയ്യവിടന്ന് തട്ടി മാറ്റുകയാ. നബിയെ, ഹിദായത്ത് കൊടുക്കുന്നവൻ അങ്ങല്ല അള്ളയാ നബിയെ. മുത്തുനബിയുടെ കൈ കാലിന്റെ അടിയിൽ തൊടാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് നാളെ പടച്ചവന് മുത്തുനബി തൊടാത്ത സ്ഥലമാണ് തന്റെ കാലിന്റെ അടിയിൽ. അതുകൊണ്ടൊരു ചെരുപ്പ് നാളെ കൊടുക്കുകയാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, ഈ ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് തിളച്ചിട്ട് ഒഴുകുകയാ. തലച്ചോറ് തിളയ്ക്കുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ ആ ചെറിയ ശിക്ഷയ്ക്ക് പോലും പടച്ചവനെ ഇത്ര കഠിനമാണെങ്കിലും അല്ലാഹുവേ, കള്ളുകുടിയൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഏതാ? വ്യഭിചരിക്കുന്നവന് കൊടുക്കുന്ന, പലിശ തിന്നവന് കൊടുക്കുന്ന, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ കള്ളുകുടിയനല്ല, പെണ്ണുപിടിയനല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവർക്കല്ല. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ആർക്കെന്നറിയുമോ? റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബാ, അത് മുനാഫിക്കിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിക്കിനാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അവൻ അല്ലാഹുണ്ടെന്ന് പറയുന്നവനാ, അവൻ നിസ്കരിക്കുന്നവനാ, അവന് തഴമ്പുള്ളവനാ, അവന് താടിയുള്ളവനാ, അവൻ വഅദ് പറയുന്നവനാ, അവന് കമ്മിറ്റിക്കാരനാ. പക്ഷേ മുനാഫിക്കിന്റെ സ്വഭാവമുണ്ടല്ലോ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, കരഞ്ഞോ, ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ അതിന് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ലാ യൽജുന്നാർ വകാമിൻ ഖസിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവന് നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, കരയുന്നവന് റബ്ബ് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം വറജുലുൻ ദക്കറല്ലാഹു ഖലിയാ ഫഫാലത് ഐനാ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണീരിന്റെ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്, പേടിച്ചു വിറച്ചുകൊണ്ട്. പല പല കോലങ്ങളിൽ, പല പല രൂപങ്ങളിൽ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മലക്കുകൾ മുഴുവനും അവിടെ നിന്ന് നയിക്കുകയാണ്. ആട്ടിൻകൂട്ടങ്ങളെ നയിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ മലക്കുകൾ മുഴുവനും, ഏഴാകാശത്തിലുള്ള മലക്കുകൾ മുഴുവനും ഇറങ്ങി വന്ന് എല്ലാവരെയും പടച്ചറ
റബ്ബിന്റെ പരലോകത്തെ ചെമ്പിന്റെ തറയിൽ കൊണ്ട് നിർത്തുകയാണ്. അള്ളാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയില് തലയുടെ മുകളിൽ ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാ. ഒരു ചാണ് മുകളില്. പടച്ചവനെ എന്തൊരു ചൂടാണ്. ഉച്ചയ്ക്ക് ജുമാ നിസ്കാരം കഴിഞ്ഞു. എന്തൊരു ചൂടായിരുന്നു സഹോദരാ. എങ്കിലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുകയാണ്. ഏത് ദിവസമെന്നറിയോ? റസൂലുള്ള പറയുകയാ, പാപം ചെയ്തതിന്റെ കണക്കനുസരിച്ചിട്ട് മനുഷ്യന്റെ മുട്ടുവര, അരവര, കഴുത്തുവര, നെഞ്ചുവര വിയർപ്പിന്റെ അകത്ത് ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. നരകത്തിനേക്കാളും വലിയ ശിക്ഷയാണ്. ജനങ്ങൾ പറയുന്നു, അല്ലാ നരകമെങ്കിൽ നരകം, പടച്ചവനെ നരകമെങ്കിൽ നരകം, ഇവിടെ വയ്യ പടച്ചവനെ, നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാ മതിയെന്ന് ജനങ്ങൾ നാളെ പറയുന്ന പരലോകമുണ്ടല്ലോ. മുമ്പ് പ്രസവിച്ച ഉമ്മ കണ്ടാ തിരിഞ്ഞു നോക്കൂല. ഏറ്റവും കൂടുതൽ സ്നേഹം ഉമ്മയ്ക്കാണല്ലോ. കണ്ട പരിചയമില്ല സഹോദരാ. സിറാജിന്റെ ഉമ്മ നാളെ എന്റെ മുന്നിലൂടെ നടന്നു പോയാൽ ഇവൻ എന്റെ മോനാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കൂല. നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ വാപ്പ കണ്ട പരിചയം പോലും കാണിക്കില്ല. സ്വന്തം കൂടെ കിടന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നമ്മുടെ രക്തത്തിൽ പിറന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, എന്റെ ചങ്കാണെന്ന് പറഞ്ഞ് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന കൂടപ്പിറപ്പുണ്ടല്ലോ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതൊരു മനുഷ്യനും ഇവിടെ തിരിഞ്ഞു നോക്കില്ല. അള്ളാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ വേറൊരു തണലില്ല. അള്ളാന്റെ അർശിന്റെ തണലല്ലാതെ വേറൊരു തണലില്ല. എല്ലാരും കരയുകയാണ്. അല്ലാഹുവേ, ആദം നബി കരയുന്നു, നൂഹ് നബി കരയുന്നു, മൂസാ നബി കരയുന്നു, ഇബ്രാഹിം നബി സ്വന്തം കാര്യമോർത്തിട്ട് വേദനയിലാണ്. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങളുണ്ടല്ലോ, എല്ലാവരും അവരവരുടെ കാര്യമോർത്തിട്ട് കരയുകയാ. നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം കാര്യം നോക്കിയിട്ട് ജനങ്ങൾ കരയുകയാണ്. എല്ലാരും ശപിക്കുകയാണ്. യാ വൈലതാ, യാ ഹസ്റതാ എന്ന് ജനങ്ങളെ നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. ഇന്ന് പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. എങ്കിൽ റസൂലുള്ള പറയുകയാ, അന്നത്തെ ദിവസമെങ്ങാനും ഒരു ഗർഭിണിയുണ്ടെങ്കിൽ, അന്നത്തെ ദിവസമെങ്ങാനും പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് വലിയ വേദനയാണ്. വേദന ഉണ്ടായിരിക്കും. അല്ലാഹു അലം. അല്ലാഹു അവർക്ക് പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്തൊരു ഗർഭിണി ഉണ്ടെങ്കിൽ ഓള് പ്രസവിച്ച അറിയില്ല. നാലിച്ചോക്ക് മരണത്തിന്റെ വേദനയാ പ്രസവ വേദന എന്ന് പറയുന്ന പെണ്ണുങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, അന്നത്തെ ദിവസം ഒരു പെണ്ണ് പ്രസവിച്ച അവൾ അറിയത്തില്ല. അത്രയ്ക്കും കഠിനമായ ദിവസം.